പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയിലുണ്ടായ വാഹനാപകടത്തിൽ 21-കാരന് ദാരുണാന്ത്യം. വാടാനംകുറിശി വില്ലേജ് പരിസരത്താണ് അപകടമുണ്ടായത്. വാടാനംകുറിശിയിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പൊയിലൂർ സ്വദേശി താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21-കാരൻ അമീനാണ് മരിച്ചത്. അപകടമുണ്ടായ ഉടനെ നാട്ടുകാർ അമീനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിലെ ജീവനക്കാരനാണ് അമീൻ. രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഇത് ബസ് പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് പോവുക. കോയിലൂരത്തെ കുട്ടിയാണ് തിരിഞ്ഞു വരുന്നത്. അവൻ തിരിഞ്ഞ് ഓങ്ങല്ലൂർ ഷോപ്പിലേക്ക് പോവാൻ വാഹനം എല്ലാവരും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. വാഹനം നല്ല സ്പീഡിലാണ് വരുന്നതെന്നാണ് ബസ് എന്ന് പറഞ്ഞത്. ഈ കുട്ടി ഒരു വാഹനത്തിൽ കട്ട് ചെയ്തിട്ട് കയറിയപ്പോൾ അടിച്ച് തെറിപ്പിച്ച് പോകുന്നതെന്നാണ്. പട്ടാമ്പിയിൽ പൊതുവെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, വാഹനങ്ങൾക്ക് നിയന്ത്രണം കൊടുക്കണം. ബസ്സുകൾക്കൊരു നിയന്ത്രണമില്ല. നമ്മുടെ റോഡൊക്കെ നന്നാക്കി, നമ്മളെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ റോഡായിരുന്നു. നല്ല ഡീസൻ്റായിട്ട് നമ്മളെ റോഡൊക്കെ. വാഹനങ്ങൾക്ക് ഒരു നിയന്ത്രണമില്ല. പോക്കറ്റ് റോഡിൽ നിന്ന് ഇഷ്ടംപോലെ വാഹനങ്ങൾ കയറാണ്ട്. അത് നമ്മളെ ഇവർക്കൊരു ബോധവൽക്കരണം കൊടുക്കണം. ബസ്സേർക്ക് പോക്കറ്റ് റോഡിൽ നിന്ന് ഇഷ്ടംപോലെ വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങാണ്ട്. ഇതൊന്നും അറിയാതെ അവരൊറ്റ പോക്കുണ്ട് പോരുകയാണ്, ടൈം ടു ടൈം. അടിയന്തരമായിട്ട് കളക്ടറും RTO MLA കൂട്ടമായിട്ട് ഇരുന്നിട്ട് ഇതിന് അടിയന്തരമായിട്ട് നിയന്ത്രണം കൊടുത്തില്ലെങ്കിൽ ഇനിയും പട്ടാമ്പിയിൽ ഇതേമാതിരി അപകടങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജീവൻ വലിയ വിലയാണ്. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പട്ടാമ്പി സേവന ആശുപത്രി മോർച്ചറിയിൽ.